ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾഡ്. ഇന്ന് സാറ്റർഡേ ആണ്, ഈവനിങ് ആണ്. അപ്പോൾ ഇന്ന് ഒരു പരിപാടി ഉണ്ടായിരുന്നു. നമ്മൾ അമനോര മോളിൽ പോവുക, അതുപോലെ അവിടുന്ന് നമ്മളെ കിഷ്കിന്ധാകാന്ഡം എന്ന് പറയുന്ന മലയാള സിനിമ വന്നിട്ടുണ്ടായിരുന്നു, അത് കാണണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഒരു ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ വരണം, അതായിരുന്നു പ്രോഗ്രാം. അപ്പോൾ നമ്മൾ അമനോര മോളിലെത്തി. ഞങ്ങളുടെ കൂടെ തന്നെ ഓപ്പോൾ ഉണ്ടായിരുന്നു, എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററാണ്. ഓപ്പോൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഓപ്പോളുടെ മോന് രാജീവിൻ്റെ വൈഫ് ദിവ്യ, പിന്നെ 2 കുട്ടികൾ അദ്വൈതും അനന്യയും. അപ്പോൾ നമ്മൾ കിഷ്കിന്ധാകാന്ഡം സിനിമ കണ്ടു. വളരെ നല്ല അഭിനയമായിരുന്നു സിദ്ദിഖിൻ്റെയൊക്കെ. അത് കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഓർഡർ കൊടുത്തു. അപ്പോൾ ഞാൻ ഓർഡർ കൊടുത്തത് കുൽച്ചയും അതിൻ്റെ കൂടെ ചോളി മസാലയുമാണ് കൊടുത്തത്. ഞാനും അപ്പുവണ്ണും അത് രണ്ടുമാണ് ഓർഡർ കൊടുത്തത്. അതുപോലെ ഓപ്പോളാണെങ്കിൽ പാവ്ഭാജി മതി എന്ന് പറഞ്ഞു. പിള്ളേർക്കാണെങ്കിൽ മോമോസും അതുപോലെ തന്നെ പിസ്സയും അതൊക്കെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഫിൽറ്റർ കോഫി കിട്ടുമെന്ന് പറഞ്ഞു. ആദ്യം ഞങ്ങൾ ഫിൽറ്റർ കോഫിയൊക്കെ മേടിച്ച് കുടിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് നല്ല മോമോസാണ്, കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ദിവ്യയുടെ ബർത്ത്ഡേ ആണ്. ഇന്നല്ല, നാളെയാണ് ആക്ച്വലി ബർത്ത്ഡേ, സൺഡേ. അപ്പോൾ ഇന്ന് ഈ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് അനന്യ, ദിവ്യയുടെയും രാജീവിൻ്റെയും ഇളയ കുട്ടി. അപ്പോൾ അവൾ ഇവിടെ ഗ്ലാസിൻ്റെ അവിടെ നിന്ന് താഴേക്കൊക്കെ നോക്കുന്ന ഒരു വ്യൂ ആണിത്. അമനോര മോൾ എന്ന് പറഞ്ഞാൽ പൂനെയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മോളാണ്. ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് അദ്വൈത്, രാജീവിൻ്റെയും ദിവ്യയുടെയും മൂത്ത മകൻ. അപ്പോൾ അവൻ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അനന്യ ഇപ്പം ജസ്റ്റ് UKGയിലായതേ ഉള്ളൂ. കിഷ്കിന്ധാകാന്ഡം സിനിമ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എല്ലാവരുടെ അഭിനയം നല്ലതാണ്. പക്ഷെ ചാച്ചുവിന് എന്തു പറ്റി, എവിടെ എന്താണെന്നുള്ള കാര്യം മാത്രം അവസാനം മനസ്സിലായില്ല. അപ്പോൾ എല്ലാവരും പിസ്സ ഒക്കെ കഴിച്ച് എൻജോയ് ചെയ്തു. ഇനി ഇവിടുന്ന് വീട്ടിൽ പോകണം, അതാണ് പരിപാടി. ഒരു ചെറിയ ട്രിപ്പായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് ഐസ്ക്രീം കൂടെ മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പോകണമെന്ന് വെച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ലൈം ജ്യൂസ് ഉണ്ടാക്കുകയാണ് രാജീവാണ്. രാജീവ് ഇവിടെ ബ്രിട്ടീഷ് പെട്രോളിയത്തിലാണ് ജോലി ചെയ്യുന്നത്. ദിവ്യ ഒരു ഇന്റർനാഷണൽ സ്കൂളിൽ ടീച്ചറായിരുന്നു, ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഇതാണ് ദിവ്യയുടെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് ഇത്. അപ്പോൾ ദിവ്യയ്ക്ക് നല്ലൊരു നല്ല ബർത്ത്ഡേയും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡ് ചെയ്യുന്നു. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ